ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെമ്പരത്തി കുറേ പൂ കണ്ടു. അപ്പോൾ അത് വെച്ച് 2 റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചൂട് സമയമാണ്, നല്ല ഹെൽത്തി ഡ്രിങ്ക്സ് കുടിക്കാനും നല്ല തണുത്ത ഭക്ഷണം കഴിക്കാനും ഒത്തിരി പിള്ളേർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ഒത്തിരി ചെമ്പരത്തി കണ്ടപ്പം ചെമ്പരത്തി പൂവും ചെറിയ നാരങ്ങ ഇവിടെ തന്നെ ഉണ്ട് ഗാർഡനിൽ. അപ്പോൾ അതും കൂടെ പറിച്ച് ഒരു ഡ്രിങ്കും ഒരു പുഡിങ്ങും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ ഒത്തിരി പുഡിങ് വേറെ വെറൈറ്റി ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും കാണുക. ചെമ്പരത്തി നമുക്ക് നല്ല ഹെൽത്തിയാണ്, അതിനകത്ത് ഒത്തിരി ഗുണങ്ങളുള്ള സാധനമാണ്. അപ്പം നമ്മൾ ഇത് കുക്കിങ്ങിന് അധികം ആരും ഉപയോഗിക്കാറില്ല. തലമുടി വളരാനൊക്കെ നമ്മൾ അരച്ച് തേക്കാറുണ്ട്. എന്നാലും കുക്കിങ്ങും ചെയ്യാം. നല്ല ഒരു ചായയൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കി കുടിക്കാൻ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതുപോലെ കുറേ ചെമ്പരത്തിയും നാരങ്ങയും കൂടെ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ കളറോ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ കുറേ പേര് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ ചെയ്യണേ. ആദ്യം ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്, ചെമ്പരത്തിയുടെ നമുക്ക് പൂ മാത്രമാണ്, പെട്ടൽസ് മാത്രമാണ് വേണ്ടത്. മറ്റേതെല്ലാം നമ്മൾ അതിങ്ങനെ അടത്തിയെടുത്താൽ മതി. ഓരോരോ ലീഫായിട്ട് എടുത്താലും മതിയായിരിക്കും. എന്നിട്ട് നമ്മളിത് ഒരു പാത്രത്തിലെടുക്കണം, നല്ലപോലെ കഴുകിയെടുക്കണം. ഇവിടെ നല്ല വേറെ ഇതിനകത്ത് ചെളിയൊന്നും ആകുന്നില്ല, എന്നാലും ഞാൻ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെമ്പരത്തിയുടെ വെള്ളം ഒഴിക്കുമ്പം തന്നെ അതിന് നല്ല കളർ കിട്ടും. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും വേറെ ചേർക്കേണ്ടി വരത്തില്ല. ഇപ്പം 4 ചെമ്പരത്തിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് നമ്മൾ വെള്ളം എടുക്കാൻ വേണം. ചെമ്പരത്തി ഇതെല്ലാം പറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് നമ്മളിത് അത്രയും അതിനകത്ത് ഇട്ട് വയ്ക്കുക. ഞാൻ 4 ചെമ്പരത്തിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നല്ല തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം, അപ്പം ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ്സ് ഇതുപോലെ വെച്ചാൽ മതി. അപ്പോൾ ആ ചെമ്പരത്തിയുടെ ഇതെല്ലാം ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചെമ്പരത്തി പൂവ് മാറ്റിയെടുക്കണം. ഒരു സ്പൂൺ വെച്ച് അത് മാറ്റിയെടുത്താൽ മതി. നമ്മൾ പൂ അതുപോലെ ഇട്ടതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. അപ്പം നമുക്ക് സ്പൂൺ വെച്ച് നീക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യുന്നത് അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ട്, ഇതിൻ്റെ കൂടെ നമ്മളിനി ചേർക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ്. ഇത് ചേർക്കുമ്പോഴാണ് ആ ഡ്രിങ്കിൻ്റെ കളർ നല്ല പിങ്ക് കളറായിട്ട് കാണാൻ നല്ല കളർഫുള്ളാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പുതിനയുടെ ഇലയും കൂടെ, ഞങ്ങളുടെ ഗാർഡനിലുള്ള പുതിനയുടെ ഇലയും കൂടെ ചേർക്കുന്നുണ്ട്. തണുത്ത വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഐസ് പീസ് ഇട്ട് കഴിക്കാം. അല്ലാതെ ചെറിയ ചൂടോടെയോ നല്ല ചൂടോടെ കുടിക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെയും കഴിക്കാവുന്നതാണ്. മധുരം വേണമെങ്കിൽ മധുരം ചേർക്കാം, അല്ലെങ്കിൽ തേൻ ചേർത്താലും മതി. പഞ്ചസാരയാണേലും തേനാണേലും നല്ലതാണ്. ഒന്നും ചേർക്കാതെ ഇങ്ങനെ തന്നെ കുടിക്കാം. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഞാനിപ്പം മധുരമൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് കുടിക്കുന്നത്. ഇത് നമുക്ക് ഡയറ്റിംഗ് ഉള്ളവർക്കും ഇങ്ങനത്തെ വെള്ളം കുടിക്കാൻ ബെസ്റ്റാണ്. ഇനി നമുക്ക് ചെമ്പരത്തി പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതേ സെയിം തന്നെയാണ്. ചെമ്പരത്തി ഞാനിപ്പോൾ ഒരു 7-8 ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. പുഡിങ് ആകുമ്പോൾ ഇച്ചിരി കൂടെ വേണ്ട, 1 ഗ്ലാസ് പറ്റത്തില്ലല്ലോ. അപ്പം അത് ഇതിൻ്റെ സൈഡെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ ചൂടുവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. വെള്ളം തിളപ്പിച്ചത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഹെൽത്തി ഫുഡായിരിക്കണം, പക്ഷേ ഇച്ചിരി ഡിഫറൻസായ ഓരോ രീതികളിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം. അപ്പോൾ ഞാൻ മാക്സിമം എല്ലാത്തിലും എന്തെങ്കിലും ഒരു 2 വെറൈറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ചെമ്പരത്തിയുടെ പുഡിങ്ങും നോക്കിയതാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ചെമ്പരത്തി ചായ എടുത്തതുപോലെ തന്നെ അതേ പൂവിനകത്ത് നമ്മൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ആ വെള്ളത്തിനകത്ത് ആ പൂവിൻ്റെ അതെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ അത് കഴിയുമ്പോൾ ആ പൂവെല്ലാം എടുത്ത് മാറ്റിയിട്ട് പുഡിങ് ഉണ്ടാക്കാം.
അപ്പം അതിനു മുമ്പ് പുഡിംഗ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ജലാറ്റിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജലാറ്റിനോ അഗരകറോ ഏതെങ്കിലും യൂസ് ചെയ്യാം. അത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളത്തിൽ അത് ഇടണം. ഞാൻ ചെറിയ ചൂടുവെള്ളം വേറെ എടുത്തില്ല, നമ്മൾ ആ ചെമ്പരത്തിയുടെ വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മേളിൽ ഇങ്ങനെ വെതറി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ്സ് ഇതും വെക്കണം. അപ്പോൾ അത് ലിക്വിഡ് പോലെ ആയിക്കോളും. ജലാറ്റിൻ അറിയാത്തവർക്ക് ഇതാണ് ജലാറ്റിൻ, നമ്മൾ കടകളിൽ മേടിക്കാൻ കിട്ടും. അല്ലാതെ ചൈന ഗ്രാസ് എന്ന് പറഞ്ഞ് കിട്ടും. ഇതാ പുഡിംഗ് ഉണ്ടാക്കാൻ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇപ്പം നമ്മൾ ചെമ്പരത്തി പൂവെല്ലാം എടുത്ത് മാറ്റി തെളി വെള്ളം മാത്രം നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റവ് ഏത് പാത്രം വയ്ക്കുന്ന അതിനകത്ത് നമ്മൾ ഈ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജലാറ്റിനും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ജലാറ്റിനും എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പേ വെച്ച് ചൂടാക്കാൻ തുടങ്ങണം. അപ്പം അടുപ്പേ വെച്ച് കഴിഞ്ഞ് ഇത് ചേർക്കുമ്പോൾ അത് കട്ടയായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഞാൻ ഇൻഡക്ഷൻ സ്റ്റൗവിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്യാസിലാണേലും അതേ സെയിം രീതി തന്നെയാണ്. നമ്മളിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ 2 നാരങ്ങാനീര്. അപ്പം പുഡിംഗ് എന്ന് പറയുന്നത് വലിയ മധുരം ചേർക്കാതെ ഒരു ചെറിയ പുളിപ്പും ഉണ്ടായിരിക്കും. നല്ല ടേസ്റ്റ് ചെയ്യാൻ. അപ്പം മധുരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നാരങ്ങാനീര് ചേർക്കുന്നതിൻ്റെ ഇനിയൊരു കാരണം എന്ന് വെച്ചാൽ ആ കളർ നല്ല കളർ കിട്ടും, അല്ലെങ്കിൽ ഒരു ഡാർക്ക് കളറായിരിക്കും. അതും കൂടെ ഓർത്തിട്ടാണ് നാരങ്ങാനീര് ചേർത്തത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ കൂടെ ഇനി മധുരം പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ബ്രൗൺ ഷുഗർ ചേർത്താലും നല്ലതാണ്. കളർ ഇച്ചിരി വ്യത്യാസം വരുമെന്നേ ഉള്ളൂ, പക്ഷേ നല്ലതാണ്. ഏതാണേലും ചേർക്കാം. ഞാൻ ചെറുതായിട്ടേ മധുരം ചേർക്കുന്നുള്ളൂ, ഒത്തിരി മധുരം ചേർക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ചെറിയ പുളിയും മധുരവും കഴിക്കാൻ ഉള്ള ആ ഒരു രീതിക്ക് ആക്കുന്നതേ ഉള്ളൂ. ഒത്തിരി സ്വീറ്റായിട്ടല്ല ഉണ്ടാക്കുന്നത്. നാരങ്ങാനീര് ചേർക്കാതെ വെറും പഞ്ചസാര മാത്രം ചേർത്താലും മതി, പുളി താല്പര്യമില്ലാത്തവർക്ക്. ഇത് നല്ലപോലെ തിളച്ച് ഇച്ചിരി നല്ല പതഞ്ഞ് അങ്ങ് വരും, കുറുകി വരത്തില്ല. നമ്മൾ നല്ലപോലെ തിളപ്പിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ജലാറ്റിൻ ചേർത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നിർത്തിയാൽ അത് അടുക്കി പിടിക്കും. ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കുറേ നേരം തിളച്ചിട്ട് തീ കുറച്ച് വെച്ച് കുറേ നേരം കൂടെ അടുപ്പിൽ തന്നെ വെച്ചിരിക്കണം. ഇച്ചിരി കുറുകി വരണം, എന്നാലേ നമുക്ക് സെറ്റായി കിട്ടത്തുള്ളൂ. ജെല്ലിയുടെ ആ പരുവം കിട്ടണം. അപ്പോൾ നമ്മുടെ ജെല്ലിയുടെ പരുവമായിട്ടുണ്ട്. നമ്മളിനി സ്റ്റവ് ഓഫാക്കിയിട്ട് നമ്മൾ ഏത് ഷേപ്പിൽ വേണമെന്നുള്ളത് ആ ഷേപ്പിലുള്ള പാത്രത്തിൽ നമ്മൾ ഒഴിച്ച് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഈ സ്റ്റീൽ ബൗളിനകത്താണ് ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് ചൂടാറിക്കഴിഞ്ഞ് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തിരിച്ചെടുത്തതാണ്. അപ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഹിബിസ്കസ് കൊണ്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കഷ്ടപ്പാടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അത് സെറ്റാക്കാനുള്ള സമയം മാത്രമേ വേണ്ടിയുള്ളൂ. അപ്പം നമ്മുടെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കേരളത്തിൽ ചെമ്പരത്തി ഇല്ലാത്ത വീടുകൾ തീരെ കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വെറൈറ്റി ഡിഷുമായിട്ട് ഇനി അടുത്ത തിങ്കളാഴ്ച കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.